ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗീവ്സ് യു ടാങ്കറിൻ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 11th എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ മ്യങ് ആകട്ടെ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു റൂമിൽ നിന്ന് ഹീറ്റർ കേടായിട്ട് കാർബൺ മോണോക്സൈഡ് ഒക്കെ ശ്വസിച്ച് ബോധമൊക്കെ കേട്ടിട്ട് ഏസം വന്ന് നോക്കുമ്പോൾ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ അവളെ കണ്ടിട്ട് പിന്നീട് ഗൂയങ്ങിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് നമ്മളെ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഗൂയങ് ഇപ്പോൾ ഏസിന്റെ അടുത്ത് മ്യങ്ങിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും ആ ഒരു റൂമിൽ ചെറിയൊരു വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അവൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നും ഗൂയങ് അപ്പോൾ ഏസിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ഏസിനൊന്ന് ആശ്വസിച്ച് സമാധാനിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ മ്യങ്ങിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള യങ് വന്നിട്ട് വളരെയധികം കെയറോട് കൂടി അവളെ നോക്കിയിട്ട് എന്താണ് ഞാൻ പറഞ്ഞത് നീ കേൾക്കാത്തേന്നും ആ ഒരു സ്ഥലത്തേക്ക് വിട്ടിട്ട് നിനക്കിപ്പോ എന്റെ ഒപ്പം നിന്നൂടെയെന്നും ചോദിച്ച് അവനിപ്പോ ആകെ കരഞ്ഞു ഇനി നീ അവിടെ നിൽക്കുകയാണെങ്കിൽ നീ മരിച്ചു പോകുന്നു, നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും അവിടെ ഒരാളും അറിയില്ലല്ലോ എന്നും പറഞ്ഞ് ആകെ കിടന്ന് കരയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം തന്റെ അമ്മയുടെ ക്യാരക്ടർ ഇത് റിയൂഡാണെന്നും അമ്മയ്ക്ക് ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ടെന്നും അതുകൊണ്ടാണ് നിന്നോട് എന്റെ അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചതെന്നും അതൊന്നും മനസ്സിൽ വെക്കാതെ തന്നെ കല്യാണം കഴിച്ച് തന്റെ ഒപ്പം ജീവിക്കാനായിട്ട് യങ് ഇങ്ങനെ പറയുന്നതൊക്കെ സൈഡിൽ നിന്നിട്ട് ഏസനും കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഏസനെ പണ്ട് എങ്ങനെയാണോ ഗ്വൻസിക്ക് നോക്കിയിരുന്നതും ട്രീറ്റ് ചെയ്തിരുന്നതും അതുപോലെ തന്നെയാണ് ഇപ്പൊ യങ്ങും എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് മാത്രമല്ല ഗ്വൻസിക്ക് തന്റെ വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് ഏസിന് വേണ്ടി നിന്ന പോലെ തന്നെ ഇപ്പൊ യങ്ങിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് യങ്ങും തയ്യാറായിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ തന്റെ മകൾക്ക് എന്ത് കുഴപ്പമുണ്ടായിട്ടാണ് യങ്ങിന്റെ അമ്മ അവളെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതെന്നും അവളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയാണ് യങ്ങിന്റെ അമ്മ മ്യങ്ങിന്റെ അടുത്ത് സംസാരിച്ചതും എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പൊ ഏസനും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു ബസ്സിലിരുന്ന് കരഞ്ഞുകൊണ്ട് നീങ്ങുന്ന ഏസന്റെയും ഗ്വൻസക്കിന്റെയും മകനായിട്ടുള്ള മൂൺ മ്യങ്ങിനെയാണ്. അവരുടെ നാട്ടിലെ കമ്പൽസറി ആയിട്ടുള്ള മിലിറ്ററി സർവീസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇപ്പോ അവന്റെ ഗേൾഫ്രണ്ടിനെ നാട്ടിൽ തന്നെ ആക്കിയിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവനിപ്പോ മിലിറ്ററിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ ഒപ്പം തന്നെ അവന് കൂട്ടായിട്ട് അവൻ പോകുന്നതിൽ വിഷമം ഉണ്ടെങ്കിലും ഏസനും ഗ്വൻസിക്കും അവന്റെ ഒപ്പം നിൽക്കുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ ആ ഒരു തിയേറ്ററിൽ അവിടെ ഉണ്ടായിരുന്ന കൊളീഗ്സിനോടോ ആ ഒരു തിയേറ്റർ ഓണറിനോടോ പറയാണ്ട് ഗൂയങ് ആകട്ടെ ഊഞ്ഞിയങ്ങിനെ പോലെ തന്നെ മിലിറ്ററി സർവീസിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ എന്താണ് ഇങ്ങനെ ആരോടും പറയാണ്ട് പോയത് എന്ന പരിഭവത്തിൽ എല്ലാരും നിൽക്കുന്ന സമയത്ത് അവൻ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു പെയിന്റിങ്ങിലായിരുന്നു മ്യങ്ങിന്റെ ശ്രദ്ധ മുഴുവൻ. അങ്ങനെ ഫൈനലി മ്യങ് ചെന്ന് അത് തുറന്നു നോക്കുമ്പോഴാണ് അതിൽ അവളുടെ തന്നെ ഒരു പിക്ചർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവൻ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ട് അവൾ വളരെയധികം ഞെട്ടിപ്പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് മ്യങ് തിയേറ്ററിൽ ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ അവളുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കൂട്ടായിട്ട് അവളെ വളരെ സേഫ് ആയിട്ട് വീട്ടിലേക്ക് എത്തിച്ചതും അവളുടെ നല്ലൊരു ഫ്രണ്ടിനെ പോലെ അവളുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിട്ട് അവളെപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതും ഗൂയങ് ആണെന്നും അവള് ഓർക്കുന്നത്. ഈ ഒരു സമയത്ത് മ്യങ് ഒരു ഗേൾഫ്രണ്ട് ആയിട്ടുള്ള അവളുടെ ലാൻഡ് ഓണറിന്റെ മകളുടെ കാര്യം ഗൂയങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അവരതിനത്ര വ്യക്തമായിട്ടുള്ള മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് പ്രസന്റിലേക്ക് വന്നിട്ട് വർഷം 2025 നമ്മളെ കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് മ്യങ്ങും യങ്ങും അവരുടെ റിലേഷനൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിട്ട് രണ്ടുപേരും പ്രപ്പോസ് ഒക്കെ ചെയ്ത് മ്യങ്ങിന്റെ കയ്യിൽ ഇപ്പൊ നമുക്കതിന്റെ റിങ്ങും കാണാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലീസ് തമ്മിൽ ഒരു ലഞ്ച് കഴിക്കാനായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ഏസനും ഗ്വൻസിക്കും മ്യങ്ങും ആ ഒരു റെസ്റ്റോറന്റിൽ എത്തിയിട്ടും വളരെയധികം ലേറ്റ് ആയിട്ടാണ് യങ്ങും അവന്റെ ഫാമിലി മെമ്പേഴ്സും അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇത് കണ്ടിട്ട് തന്നെ ദേഷ്യം വന്ന് ഈ ഒരു മാരേജിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലാതെയാണ് ഗ്വൻസിക്ക് അവിടെ ഇരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ പതിവില്ലാതെ അങ്ങനെ വലിയ കാര്യമായിട്ട് ടെൻഷനൊന്നും അടിക്കാത്ത മ്യങ്ങിന്റെ മുഖത്ത് ഇത്രയും ടെൻഷൻ വരുന്നതും അവൾ വളരെ ആൻഷ്യസ് ആണെന്ന് ഏസൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല യങ്ങിന്റെ അമ്മയൊക്കെ അവിടേക്ക് വരുന്ന സമയത്ത് അവള് ശരിക്കും വളരെ കൈൻഡായി പൊളൈറ്റ് ആയിട്ട് അവരുടെ മുമ്പിൽ ആക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയും ഏസിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല ലഞ്ചൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് മീറ്റൊന്നും ഇല്ലാതെ ആ ഒരു വെള്ളം മാത്രമാണ് മ്യങ് എടുക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ട് ഏസൻ ആകട്ടെ പാസ്റ്റില് അവള് കുട്ടിയായിരുന്ന സമയത്ത് തന്റെ വീട്ടില് ഇങ്ങനെ ലഞ്ചൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ വിളമ്പിയിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു പോർഷൻ ആണ് ഏസൻ എടുത്തിരുന്നതെന്നും അത് കണ്ടിട്ട് ഇപ്പൊ മ്യങ്ങും അങ്ങനെ തന്നെയാണ് ശീലിക്കുന്നതെന്നും മനസ്സിലാക്കിയിട്ട് ഏസൻ ഇപ്പോൾ അവളുടെ പാത്രം രണ്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവരിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഏസനും ഗ്വൻസിക്കും മുമ്പേ പറഞ്ഞിരുന്ന പോലെ തന്നെ അവരുടെ കല്യാണം ജെജു ഐലൻഡ് വെച്ച് നടത്താൻ പറ്റില്ലെന്ന് ഇപ്പൊ യങ്ങിന്റെ പാരന്റ്സ് പറയുന്നുണ്ട്. ഇത് കേട്ട് ഏസന് അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗ്വൻസിക്ക് ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് വിചാരിച്ച് അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ യങ്ങിന്റെ അമ്മയാകട്ടെ വീണ്ടും വീണ്ടും ഇവരെ ഇറിറ്റേറ്റ് ചെയ്യണ രീതിയിൽ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ യങ്ങിന് വീട്ടിലത്തെ പണികളൊന്നും നേരെ വേണം എടുക്കാനായിട്ട് അറിയില്ലെന്നും അവള് ആ ഒരു സൂപ്പ് സെർവ് ചെയ്ത് തന്നെ തെറ്റായിട്ടുള്ള ഒരു രീതിയിലാണ്
ആണെന്നൊക്കെ പറഞ്ഞ് അവളുടെ ഫാമിലിയുടെ മുമ്പിൽ തന്നെ വെച്ചിട്ട് മ്യങ്ങിനെ വളരെ ഡീഗ്രേഡ് ചെയ്ത് അവൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല അവൾ ഇനി എന്ന് ഈ വീട്ടിലത്തെ പണികളൊക്കെ പഠിച്ചെടുക്കാനാണെന്നും കല്യാണം കഴിഞ്ഞ അവൾ ഇത് തന്നെ ചെയ്യേണ്ടി വരുമെന്നും പിന്നെ ജോലിക്കൊന്നും പോവേണ്ടി വരില്ലെന്നും ആ ഒരു ലേഡി പറയുന്ന കേട്ടിട്ട് ഏസിനും ഗ്വൻസിക്കും ഇപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനുശേഷം വീണ്ടും അവര് സൂപ്പ് സെർവ് ചെയ്യാനായിട്ട് മ്യങ്ങിന്റെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യാനായിട്ട് അവളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഏസിനിപ്പോ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ശരിക്കും ഇതിനെല്ലാം കാരണം ഞാനാണെന്നും ഞാനാണ് ഇവളെ വീട്ടിലത്തെ ജോലികളെ പറ്റിയിട്ടൊന്നും പഠിപ്പിക്കാഞ്ഞെന്നും ഇവള് ഞങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആയതുകൊണ്ട് അവളെ ഈ ഹൗസ് ഹോൾഡ് വർക്കുകളെക്കാളും കൂടുതൽ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് എന്നും ഇപ്പോൾ ഏസൻ അവരുടെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒട്ടും തന്നെ ഹാപ്പി അല്ലാതെ വളരെ അൺപ്ലസന്റ് ആയിട്ടിരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഏസനും ഗ്വൻസിക്കും കൂടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്റെ മകളെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കാണേണ്ടി വന്ന വിഷമത്തിൽ ഏസൻ ഇപ്പോൾ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ വീണ്ടും യങ്ങിന്റെ ഫാമിലിയെ കാണിക്കുകയാണെങ്കിൽ അവന്റെ അമ്മ ഇപ്പോഴും നിർത്താതെ ഓരോന്ന് പറയുന്ന കേട്ടിട്ട് ലാസ്റ്റ് സഹി കേട്ടിട്ട് യങ് ഇപ്പൊ ആദ്യമായിട്ട് യങ്ങിന്റെ അമ്മയുടെ എതിരെ സംസാരിക്കുന്നുണ്ട്. തന്നെയും തന്റെ ഫാമിലിയെയും ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിക്കരുതെന്നും അവർ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്കതൊരിക്കലും സഹിക്കാനായിട്ട് പറ്റില്ലെന്നും അവളിപ്പോ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഏസൻ ആകട്ടെ എന്തൊക്കെയോ തീരുമാനിച്ചിട്ട് യങ്ങിന്റെ അമ്മയെ പേഴ്സണലി ഒറ്റയ്ക്ക് മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ലേഡിയെ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് ഏസൻ ഇപ്പോൾ ഒരു സ്ത്രീധനമായിട്ട് ആ ലേഡിക്ക് ഇപ്പോൾ കുറച്ച് ക്യാഷ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ ആദ്യം ഇത് വാങ്ങിക്കാതെ ഞങ്ങൾക്ക് ഈ ഒരു ക്യാഷിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെയും ഏസൻ നിർബന്ധിക്കുമ്പോൾ ഒരു ലേഡി അത് എടുക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഏസനെ പോലും ഞെട്ടിച്ചുകൊണ്ട് തന്റെ മകനെ ഏസന്റെ മകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട് തങ്ങൾക്ക് സമ്മതമല്ലെന്ന് ആ ഒരു ലേഡി ഇപ്പൊ പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്റെ അമ്മയും യങ്ങിന്റെ അമ്മയും ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് യങ് ഇപ്പോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ട് വേഗം തന്നെ അവരുള്ള ആ ഒരു റെസ്റ്റോറന്റിലേക്ക് ഓടി വരുന്നുണ്ട്. ഇതേ ടൈമില് ഏസൻ ആകട്ടെ ആ ഒരു ലേഡിക്ക് തന്റെ മകളെ ഇഷ്ടപ്പെടാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ യങ് ആകട്ടെ തന്റെ ഏക മകനാണെന്നും അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്നും അവൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോയ് ആയതുകൊണ്ട് തന്നെ യങ് ശരിക്കും അവനെ ഡിസേർവ് ചെയ്യില്ലെന്ന് ആ ഒരു ലേഡി ഇപ്പോൾ നമ്മുടെ ഏസന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അവിടെ അവർ തമ്മിലുള്ള ആ ഒരു ഫാമിലിയുടെ ഡിഫറൻസും ആൻഡ് ഓഫ് കോഴ്സ് വെൽത്തും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു ലേഡി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണം നിർത്തണമെന്ന് അവളിപ്പോൾ ഏസന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഏസൻ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും കൂടി അവിടെ വെച്ച് എന്താണ് സംസാരിച്ചതെന്ന് ഏസൻ ഇപ്പോൾ മ്യങ്ങിന്റെ അടുത്ത് പറയുന്നോണ്ട് അവൾക്കും ആകെ ഭ്രാന്ത് വന്ന് അവളും ഇപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി പരസ്പരം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ ഏസന് ആകെ വിഷമമായിട്ട് അവളുടെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്ന കാണുമ്പോൾ ആ ഒരു ലേഡി എന്തോ പറഞ്ഞ് ഏസനെ അറിയിപ്പിച്ചുവെന്ന് മ്യങ്ങിനും മനസ്സിലാകുന്നുണ്ട്. അവളത് തുറന്ന് തന്നെ ഏസന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പോലും ആ ഒരു ലേഡിയെ പറ്റി കുറ്റം പറയാതെ ഏസൻ ഇപ്പോൾ അവളുടെ മോളെ പറ്റി വെറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ലേഡിയുള്ള ആ ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നീ ഹാപ്പി ആവുമോ എന്നും നീ അങ്ങനെ അവിടെ കിടന്ന് ഹേർട്ട് ചെയ്യുന്നത് കണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഏസൻ ഇപ്പോൾ കരയുമ്പോൾ യങ്ങിനും വളരെ ബാഡായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അവൾക്ക് യങ്ങിനെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ധൈര്യം അവിടെ വെച്ച് മ്യങ്ങിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇപ്പൊ യങ്ങുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് യങ്ങിന്റെ അമ്മ വീണ്ടും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നീ വന്നതിൽ പിന്നെ എന്റെ മകൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്നും അതിന്റെ ഭാഗമായിട്ട് നീ പറഞ്ഞിട്ട് ഇനി ആയിരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടി വേറൊരു വീടെടുത്ത് താമസം മാറുന്നതെന്നും ആ ഒരു ലേഡി പറയുമ്പോൾ അങ്ങനെ വീട് മാറുന്ന കാര്യം ഞാൻ ഒരിക്കലും യങ്ങിന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് യങ് പറയുന്നുണ്ടെങ്കിലും ലേഡി ആകട്ടെ ഇതൊന്നും കൺസിഡർ ചെയ്യാതെ വീണ്ടും അവളിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിന്റെ അമ്മോട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഒരു സ്ത്രീ ഇതൊന്നും കേൾക്കാതെ നിന്നെ ഇവിടേക്ക് അയക്കണമെങ്കിൽ നിന്നെ ഈ ഒരു ഫാമിലിക്ക് കെട്ടിച്ചു വിടാനായിട്ട് അവൾ ഒരുപാട് പാടുപെടുന്നുണ്ടെന്ന് ഇപ്പോൾ ആ ഒരു ലേഡി പറയുമ്പോഴാണ് യങ് ഇപ്പോൾ അന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ഇതിലൂടെ തന്നെ ആ ഒരു ലേഡി വന്നിട്ട് അവളുടെ അമ്മയുടെ അടുത്ത് അവർ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചത് മാത്രമല്ല കല്യാണം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടതും അറിയുന്ന അവള് ഇപ്പോൾ ആ ഒരു ലേഡിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇത്രയും പറഞ്ഞത് മതിയെന്നും ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ പാരന്റ്സിനെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് കേട്ടിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞിട്ട് ഇത്രയും ഞാൻ സഹിച്ചത് നിങ്ങളുടെ മകനെ എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണെന്നും കൂടി അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് അവൾ അവിടെ വെച്ച് തന്നെ ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് ഫ്ലാഷ് ബാക്കിൽ ഏസൻ ആ ഒരു ലേഡിയുടെ അടുത്ത് അവൾ ഇത്രയൊക്കെ ഏസനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടും മറിച്ചൊരു വാക്കും പറയാതെ നിങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മകനെ ആയിരിക്കുമെന്ന് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും എന്ന് പറഞ്ഞ് ഒരു സീൻ കാണിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ പ്രസന്റിലേക്കാണ് വരുന്നത്. ഈ ഒരു സമയത്ത് ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് വയസ്സായി മുടിയൊക്കെ നരച്ച് ഒക്കെ ഉണങ്ങി മെലിഞ്ഞിരിക്കുന്ന യങ്ങിന്റെ അമ്മയെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ എന്നും വീട്ടിലേക്ക് കുടിച്ച് ഒരു സന്തോഷവും ഇല്ലാതെ എന്തിനോ വേണ്ടി കയറി വരുന്ന യങ്ങിനെ നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ ഇപ്പോ യങ്ങിനെ പറ്റി ആലോചിച്ചിരിക്കുകയാണോന്നും നിന്റെ ഭാര്യയും മക്കളും
കാര്യങ്ങളൊക്കെ എന്നോട് ചെയ്യുന്നത് ഇപ്പൊ നീ കാണുന്നില്ലേ എന്നും പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നതിലൂടെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം യങ് അങ്ങനെ വേറെ ആരെയോ വിവാഹം കഴിച്ച് അതില് അവർക്ക് കുട്ടികളുണ്ടെന്നും പക്ഷെ യങ്ങിന്റെ ആ ഒരു ഭാര്യ എന്റെ അമ്മയുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയതും അവളെ റൂമിൽ അടച്ചിട്ട് ആകെ ഒറ്റപ്പെടുത്തിയതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതെല്ലാം കേട്ടിട്ട് യങ് ആകട്ടെ നിങ്ങൾ അത്രയും നിർബന്ധിച്ചിട്ടാണ് എന്റെ ഈ ഒരു കല്യാണം നടത്തിയതെന്നും ഒരു കല്യാണത്തിന് ഒരാൾ പോലും നിങ്ങളല്ലാതെ തിരിച്ചിട്ട് ഇരിക്കുന്നില്ലായിരുന്നു എന്നും ഇപ്പൊ യങ് പറയുമ്പോൾ അവന്റെ ആ ഒരു കല്യാണ ഫോട്ടോ നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഫ്ലാഷ് ബാക്കിൽ അവർ രണ്ടുപേരും കൂടി ബ്രേക്കപ്പ് ആവുന്ന ആ ഒരു ദിവസം യങ് വളരെ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ യങ് അവളെ സമാധാനിപ്പിക്കാനായിട്ട് പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും ഇനി ഒരിക്കലും അവരുടെ ഒരു റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവള് ആ ഒരു ബ്രേക്കപ്പിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അവനോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന വഴിയിൽ അവളാകെ കരഞ്ഞ് തളരുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസത്തിന് ശേഷം പല തവണകളിലായിട്ട് ഞങ്ങൾ അവളെ ഫോളോ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ വെച്ച് അവളെ കാണാനും മീറ്റ് ചെയ്യാനും ഒന്ന് സംസാരിക്കാനുമായിട്ട് ട്രൈ ചെയ്തെങ്കിലും യങ്ങാകട്ടെ അവന് മുഖം കൊടുക്കാതെ അവിടെ നിന്ന് പോവാണ് ഉണ്ടായത്. പക്ഷെ ഈ ഒരു സമയത്തൊക്കെയും തന്നെ യങ് അവനോട് തന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് തന്റെ അടുത്ത് നിന്ന് പോകാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അവളുടെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു പറച്ചിൽ നിന്ന് തന്നെ എപ്പോഴും അവൾക്ക് യങ്ങിനെ ഇഷ്ടമായിരുന്നു എന്ന് വ്യക്തമാണ്. അങ്ങനെ ഏറ്റവും അവസാനം നന്നായിട്ട് മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു ദിവസം അവൾക്ക് വേണ്ടി ആ ഒരു മഞ്ഞും കൊണ്ട് അവൻ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ അവള് സമാധാനമായിട്ട് അവന്റെ അടുത്ത് ചെന്നിട്ട് അവർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി അവർ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ദിവസം പരസ്പരം രണ്ടുപേരും വെറുത്ത് പോകുമെന്നും കാരണം അവന്റെ അമ്മയ്ക്ക് അനിയും തന്റെ ഫാമിലിയും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന കാരണം എന്തെങ്കിലും ഒരു ദിവസം അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വരുമെന്നും ഇനി ഇവൻ യങ് ആകട്ടെ അവൾക്ക് വേണ്ടി അവന്റെ ഫാമിലിയെ തന്നെ ഉപേക്ഷിച്ച് യങ്ങിന്റെ ഒപ്പം വന്നു കഴിഞ്ഞാലും യങ്ങിന് അതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്നും അവന് അതുമൂലം വേദന ഉണ്ടാകുന്നു അവനങ്ങനെ വേദനിക്കുന്നത് തനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഒരു കുട്ടിയെ പോലെ അവനെ സമാധാനിപ്പിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് മ്യൂച്വലായിട്ട് ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവൾ അവനെ ഒഫീഷ്യലായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്പരം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നിട്ട് പോലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ബന്ധപൂർവ്വം ഒരു ബ്രേക്കപ്പ് ആവേണ്ടി വന്ന വിഷമത്തിൽ രണ്ടുപേരും അങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു ബ്രേക്കപ്പ് ജസ്റ്റിഫയബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണേ. സോ ഏതായാലും ഇനി ഇവരുടെ കഥ എങ്ങോട്ട് പോകുന്ന അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്കറിയാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.